കയ്യിലൊരു മൊബൈൽ ഫോൺ, പിന്നെ ഒരു KSRTC ബസ്, ഒരു ലൈവ്, ഇതൊക്കെ ഒരു മനുഷ്യൻ്റെ ജീവിതം തകർത്തിരിക്കുകയാണ്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ രീതിയിലുള്ള നമുക്കിപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ അറിയാം. വളരെ സന്തോഷത്തോടെ നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഉപയോഗിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരുപാട് റീൽസ് കാണുന്നവരാണ് നമ്മൾ. അപ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ നമ്മൾ ഒരുപാട് സന്തോഷകരമായ റീൽസൊക്കെ കണ്ടിരിക്കവെയാണ് ഞായറാഴ്ച സോഷ്യൽ മീഡിയ ഒന്നടങ്കം ചൂട് പിടിപ്പിച്ച് അക്ഷരാർത്ഥത്തിൽ നമ്മളെല്ലാവരെയും വലിയ രീതിയിൽ പ്രകോപിപ്പിച്ച് അല്ലെങ്കിൽ നമുക്ക് വലിയ രീതിയിലുള്ള ദേഷ്യം വരത്തക്ക രീതിയിൽ പ്രതികരിക്കത്തക്ക രീതിയിൽ വളരെയധികം വിഷമവും കൂടി വരുന്ന രീതിയിലാണ് ഒരു സംഭവം അരങ്ങേറിയിരിക്കുന്നത്. നമ്മൾക്കറിയാവുന്നതുപോലെ ദീപകിൻ്റെ മരണം സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ചയായി നിൽക്കുന്നത്, അല്ലെങ്കിൽ ഏത് വീഡിയോ ഇപ്പോൾ നമ്മൾ മൊബൈൽ എടുത്ത് ഇൻസ്റ്റഗ്രാം തുറന്നാലും ദീപകിൻ്റെ അവസാന നിമിഷത്തെ ആ വീഡിയോ ആണ് ഇപ്പോൾ മുന്നിലേക്ക് വരുന്നത്. അത് വലിയൊരു വേദനയായിട്ട് നമുക്ക് മാറിയിരിക്കുകയാണ് അല്ലേ. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വിഷയം അത് വലിയ രീതിയിൽ ഇപ്പോൾ നമുക്കറിയാം ഒരുപാട് ട്രെൻഡ്, വ്യൂസ്, റീച്ച്, ട്രെൻഡ് ആവുക, വ്യൂസ് കൂടുതൽ കിട്ടുക, നമ്മളൊന്ന് വൈറലാകുക, അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ കാണിച്ചു കൂട്ടും, ഒരുപാട് കാര്യങ്ങൾ ചെയ്യും. പക്ഷേ ചിലരൊക്കെ മറ്റൊരാളെ കുരുതി കൊടുത്താണ് ഇത്തരത്തിൽ റീച്ചും കണ്ടന്റും ഒക്കെ ഉണ്ടാക്കുന്നതും വൈറലാകാൻ നോക്കുന്നതും. അവിടെയാണ് മറ്റൊരു വ്യക്തി ബലിയാടാകുന്നത്. അത് വലിയൊരു വിഷമകരമായ സംഭവം തന്നെയാണ്. അങ്ങനെയൊരു സംഭവമാണ് ദീപകിൻ്റെ കാര്യത്തിലും സംഭവിച്ചിരിക്കുന്നത് അല്ലേ. നമ്മളിപ്പോൾ തിരക്കുള്ള ബസ്സിലൊക്കെ യാത്ര ചെയ്യുന്നവരാണ്. തിരക്കുള്ള ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള അനുഭവങ്ങളിൽ കൂടി കടന്നു പോകുന്ന ഒരുപാട് പെൺകുട്ടികളുണ്ട്. എങ്കിൽ പോലും ഈ നാട്ടിലെ നിയമവും അതുപോലെ തന്നെ നീതിന്യായ വ്യവസ്ഥകളും ഒക്കെ നമുക്ക് വേണ്ടിയും കൂടിയുള്ളതാണ് എന്ന് പലപ്പോഴും പലരും മറന്നു പോവുകയാണ്. സ്വയം ജഡ്ജി അമ്മയാകാനും സ്വയം വിധി കൽപ്പിക്കാനും സ്വയം നീതി നടത്താനും. എന്തിനിപ്പോൾ മധുവിൻ്റെ കാര്യം നമുക്കറിയാം. മധു ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടിയിട്ട് ആഹാരം മോഷ്ടിച്ചെടുത്തപ്പോൾ ആൾക്കൂട്ട വിചാരണയ്ക്കൊടുവിൽ മധു കൊല്ലപ്പെട്ട സംഭവമൊക്കെ നമുക്കറിയാവുന്നതാണ്. ദീപകിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഒരു ആൾക്കൂട്ട വിചാരണയ്ക്ക് ദീപകിനെ വലിച്ചെറിഞ്ഞു കൊടുക്കുകയായിരുന്നു ഷിംജിത എന്ന് പറയുന്ന വ്യക്തി. അതിൻ്റെ ഫലം എന്തായി? അതായത് ആ വ്യക്തി ആത്മഹത്യയിലേക്ക് നയിക്കപ്പെടുന്ന സാഹചര്യമുണ്ടായി. ആരാണ് നമുക്ക് ഇത്തരത്തിലുള്ള റൈറ്റ് തന്നത്? നമുക്ക് ഇതിനുള്ള ഒരു കടിഞ്ഞാണ് അല്ലെങ്കിൽ ഇതിനൊരു അവകാശം ആരാണ് തന്നത്? നമ്മളിപ്പോൾ മോശമായിട്ടുള്ളൊരു അനുഭവം നേരിടുകയാണെങ്കിൽ തന്നെ നമ്മൾ തന്നെ അവർക്ക് ശിക്ഷ കൊടുക്കാൻ, അല്ലെങ്കിൽ നമ്മൾ തന്നെ ആ വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ വൈറലാക്കി എടുത്തിട്ട് നാട്ടുകാർക്ക് അലക്കാൻ വേണ്ടി ഇട്ട് കൊടുക്കാനുള്ള അവകാശം ആരാണ് നമുക്ക് നൽകിയത്? ഈ നാട്ടിലെ നീതി ന്യായവും ഒക്കെ പിന്നെ എന്തിനാണ്? ഇത്തരത്തിൽ എന്തെങ്കിലും ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടായാൽ അത് തീർച്ചയായിട്ടും ഇപ്പോൾ വീഡിയോ എടുക്കുന്നതിൽ പ്രശ്നമില്ല. വീഡിയോ എടുത്തിട്ട് അതൊരു തെളിവായി വെച്ച് പോലീസ് സ്റ്റേഷനിൽ പോയി നിയമപരമായിട്ട് നീങ്ങിക്കൂടെ? അതിന് പകരം കണ്ടന്റ് കിട്ടുക, റീച്ച് കിട്ടുക, വൈറലാകുക, ഞാൻ പ്രതികരിക്കുന്ന പെൺകുട്ടിയാണെന്ന് നാട്ടുകാരെ അറിയിക്കുക എന്നൊരു ദുഷ്ടലാക്കോടെ അതിനെ സോഷ്യൽ മീഡിയയിൽ ഇട്ട് ഒരു വ്യക്തിയെ തേജോവധം ചെയ്ത് ആ വ്യക്തിയെ ഒടുവിൽ ഇപ്പോൾ ഒരു മരണം വരെ ഉണ്ടായിരിക്കുന്നു. അത്തരത്തിൽ ആ വ്യക്തി എന്ത് ചെയ്തിട്ടാണ് എന്ന് ചോദിക്കുകയാണ്. നമുക്കറിയാം ആ ഒരു വീഡിയോ കണ്ടാൽ നമുക്ക് 110% ഉറപ്പിച്ച് പറയാവുന്ന ഒരു കാര്യമാണ്. അതിൽ ആ മനുഷ്യൻ അത് ഒരു ബാഡ് ഇൻറ്റൻഷനോടെ ടച്ച് ചെയ്യുന്നത് അല്ലെങ്കിൽ തട്ടുന്നത് മുട്ടുന്നത് ആ വീഡിയോയിൽ നമ്മൾ കാണുന്നേ ഇല്ല. അപ്പോൾ അത്തരത്തിൽ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല എന്ന് നമുക്ക് ഒരു 101% ഉറപ്പിച്ച് പറയാവുന്നതാണ്. അങ്ങനെയുള്ള ഒരു വീഡിയോ എടുത്ത് ആ മനുഷ്യനെ മാനസികമായി വേദനിപ്പിച്ച് ഒടുവിൽ മരണത്തിലേക്ക് തള്ളിവിടുന്ന തലത്തിൽ ഈ കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നമുക്കറിയാം ദീപക്, ജസ്റ്റിസ് ഫോർ ദീപക് നിറഞ്ഞു നിൽക്കുകയാണ്. സോഷ്യൽ മീഡിയ തുറന്നാൽ ദീപകിൻ്റെ അവസാന വീഡിയോ, ദീപകിൻ്റെ മരണത്തിലേക്ക് നയിക്കപ്പെട്ട ആ വീഡിയോ നിറഞ്ഞു നിൽക്കുകയാണ്. അപ്പോൾ ഷിംജിത എന്ന് പറയുന്ന വ്യക്തി, ആ ദീപകിൻ്റെ മരണത്തിലേക്ക് നയിക്കപ്പെട്ട വ്യക്തി തീർച്ചയായിട്ടും ഒളിവിലാണെന്ന സൂചനയാണ് ഇപ്പോൾ കിട്ടുന്നത്. പോലീസ് കേസ് എടുത്തിട്ടുണ്ട്. കുടുംബം നിയമപരമായി മുന്നോട്ട് പോകുമെന്ന് പറയുന്നുണ്ട്. എന്തായാലും വളരെയധികം വേദനാജനകമായി ഈ സംഭവം മാറിയിരിക്കുകയാണ്. എന്തായാലും ഈ വീഡിയോ കാണുമ്പോൾ നമുക്കറിയാം സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിലുള്ള പ്രതികരണമൊക്കെ ഉണ്ടാകുന്നുണ്ട്. ഒരു പുരുഷനാണ് ഇവിടെ നിൽക്കുന്നത്, ഓപ്പോസിറ്റ് നിൽക്കുന്നത്, പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് ഒരു സ്ത്രീയും. അതുകൊണ്ട് തന്നെ പലർക്കും പരിമിതിയുണ്ട്. ഒരു സ്ത്രീയെ പറയുന്നതിൽ ഒരു പരിമിതിയുണ്ട്. അങ്ങനെ ആ ഒരു എന്തുകൊണ്ട് ഇവിടെ രണ്ട് നിയമം എന്ന് ചോദിക്കുന്നുണ്ട്. പണ്ടൊക്കെ സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കാൻ ആരുമില്ല, സ്ത്രീകൾ ഇവിടെ ദുർബല പാത്രമാണ്, അല്ലെങ്കിൽ സ്ത്രീകളെ ആർക്ക് വേണോ വന്ന് തട്ടി മുട്ടി പോകുക, ചോദിക്കാനും പറയാനും ആരും വരില്ല എന്നൊരു മനോഭാവമായിരുന്നു. പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല, കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട്. സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കാൻ ഒരുപാട് പേരുണ്ട്. സ്ത്രീകൾക്ക് വേണ്ടി ശക്തമായ നിയമമുണ്ട്. സ്ത്രീകൾക്ക് ശക്തമായ സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ പലപ്പോഴും ആ സ്വാതന്ത്ര്യവും നിയമവും ഒക്കെ ദുരുപയോഗം ചെയ്യപ്പെടുന്നുണ്ടോ എന്ന് ചോദിച്ചു പോവുകയാണ് ദീപകിനെ പോലുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ. അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനത്തെ സംഭവങ്ങൾ ആവർത്തിക്കപ്പെടാതിരിക്കണം. ദീപകിന് നീതി കിട്ടണം. അത് മാത്രമല്ല, ഇപ്പോൾ ഇത്തരത്തിൽ എന്തെങ്കിലും മോശം അനുഭവം ഉണ്ടായാൽ സ്വയം ജഡ്ജിയമ്മയാകാതെ സ്വയം നീതി നടപ്പിലാക്കാൻ ശ്രമിക്കാതെ നിയമപരമായിട്ട് നീങ്ങാനുള്ള വഴികൾ, നിയമ സഹായം തേടുക, അത്തരത്തിൽ ന്യായമായിട്ടുള്ള രീതിയിൽ നീങ്ങുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. എന്തായാലും ദീപകിൻ്റെ അമ്മയുടെ കരച്ചിലൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ
കണ്ടുകൊണ്ടിരിക്കുകയാണ്. നിസ്സഹായരായ അച്ഛൻ്റെ അമ്മയുടെ കരച്ചിൽ, എൻ്റെ മുത്തേ എൻ്റെ പൊന്നെ എന്ന് പറഞ്ഞ അമ്മ കരയുന്ന കരച്ചിലൊക്കെ കാണുമ്പോൾ നെഞ്ചു പൊട്ടി പോവുകയാണ്. അപ്പോൾ ഈ കരച്ചിലൊക്കെ ഇനി വൈറലാകാനിരിക്കുന്ന അല്ലെങ്കിൽ വൈറലാകാൻ നോക്കുന്ന ഇത്തരത്തിൽ പ്രതികരിക്കാനിരിക്കുന്ന എല്ലാ ആൾക്കാർക്കും അതൊരു മുന്നറിയിപ്പായിട്ടിരിക്കട്ടെ എന്ന് തന്നെ പറയാണ്. അപ്പോൾ എന്തായാലും ദീപകിന് സംഭവിച്ചതുപോലെ ആർക്കും സംഭവിക്കാതിരിക്കട്ടെ. ടാറ്റ.